നെടുങ്കണ്ടത്ത് ജില്ലാ ആശുപത്രി വരുമ്പോൾ താലൂക്ക് ആശുപത്രിയായി അപ്ഗ്രേഡ് ചെയ്യുമെന്ന 5 വർഷം മുമ്പ് അധികൃതർ വാഗ്ദാനം ചെയ്ത രാജാക്കാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. ഡോക്ടർ പോയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നും അവഗണനയാണ് നേരിടേണ്ടി വരുന്നതെന്നുമാണ് രോഗികളും നാട്ടുകാരും പറയുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ജനപ്രതിനിധികളും ഭരണസമിതികളും വരുമ്പോഴെങ്കിലും ആശുപത്രിയുടെ ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കിടത്തി ചികിത്സയില്ലാത്ത ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസർ അവധിയിൽ പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. മറ്റൊരു പഞ്ചായത്തിലെ ഗവൺമെന്റ് ആശുപത്രി മെഡിക്കൽ ഓഫീസർക്കാണ് പകരം ചുമതല. ഇദ്ദേഹം ഉൾപ്പെടെ 3 ഡോക്ടർമാരാണ് സേവനം ചെയ്യുന്നത്. OPയുടെ പ്രവർത്തനം വൈകുന്നേരം 4 വരെയൊക്കെയെങ്കിലും സമീപത്തെ പഞ്ചായത്തുകളിൽ നിന്നുൾപ്പെടെ ചികിത്സ തേടിയെത്തുന്ന രോഗികൾ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ആശുപത്രിയിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കണമെന്നും ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ആരോഗ്യമന്ത്രിക്ക് വരെ നിവേദനങ്ങൾ നൽകിയിട്ടും യാതൊരു നടപടിയുമുണ്ടായില്ല. സൗകര്യമുണ്ട്. 10 ബെഡുള്ള വാർഡ് പണിതിട്ട് വർഷങ്ങളായിട്ട് ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. അതുപോലെ ഇവിടുത്തെ എക്സ്റേ യൂണിറ്റ് കേടായിട്ട് പുതിയ അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം വർഷങ്ങളായിട്ട് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭരണരംഗത്തുള്ള ആളുകളുടെ താല്പര്യം. കാരണം 2 ഏക്കർ സ്ഥലവും 2 കുളവും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉള്ള ആശുപത്രിയിൽ ആവശ്യത്തിന് സ്റ്റാഫ് പാറ്റേൺ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ. 40 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ആശുപത്രിയിൽ ഇന്നും ആ PHCയുടെ സ്റ്റാഫ് പാറ്റേൺ മാത്രം, ഒരു മെഡിക്കൽ ഓഫീസറും ഒരു അസിസ്റ്റൻറ്റ് മെഡിക്കൽ ഓഫീസറും ഒരു സ്റ്റാഫ് നേഴ്സും മാത്രമാണ് ഉള്ളത്. CHC ആയിട്ട് 2008 ഉയർത്തിയതൊരു കോമൺ ഉത്തരവാണ്. അതല്ലാതെ നിലവിൽ ഒരു സ്റ്റാഫിനെ പോലും കൂടുതൽ നിയമിക്കാനോ തയ്യാറായിട്ടില്ല. ഇതിൻ്റെ കീഴിലുള്ള കുരുവിള സിറ്റി ആശുപത്രിയിലെ 4 ഡോക്ടർമാരും 4 സ്റ്റാഫ് നേഴ്സുമുണ്ട്. അപ്പോൾ തീർത്തും ഈ ആശുപത്രിയുടെ ഭരണരംഗത്തുള്ള ആളുകളുടെ അനാസ്ഥയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. വിദഗ്ധ ഡോക്ടർമാരുൾപ്പെടെ 7 ഡോക്ടർമാരും 12 സ്റ്റാഫ് നഴ്സുമാരും അനുബന്ധ പാരാമെഡിക്കൽ ജീവനക്കാരും വേണമെന്നാണ് കണക്ക്. എന്നാൽ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചാണ് ഇവിടെ ഇപ്പോഴും ജീവനക്കാരെ നിയമിക്കുന്നതെന്നാണ് ആക്ഷേപം. സമീപത്തെ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് ഇവിടെ നിലച്ചുപോയ കിടത്തി ചികിത്സ പുനരാരംഭിക്കാത്തതെന്നും നാട്ടുകാർ പറയുന്നു. ഇതൊക്കെയാണെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ പേരിൽ ലക്ഷങ്ങളുടെ നിർമ്മാണങ്ങളാണ് ഇതുവരെ നടത്തിയത്.